നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ഏകാന്തത, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. എനിക്ക് തോന്നുന്നത് വലിയ ആളുകളിൽ മാത്രമല്ല, ചെറിയ കുട്ടികളിൽ പോലും ഇത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. എന്റെ മോള് 2 വയസ്സുള്ള ഒരാളാണ്. കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ബോറടിച്ച് നിൽക്കുന്ന സമയത്ത് ആള് എന്തൊക്കെയോ പല വികൃതികൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഏകാന്തത മൂലം നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഓവർ തിങ്കിങ്. പല ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് വല്ലാതെ ഈ ഒരു കാര്യം തരണം ചെയ്ത് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുകയും അതുകൊണ്ട് പല പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യും. എന്റെ ഒരു ഇളയമുണ്ട്, ആള് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരിക്കലും ഞങ്ങളിങ്ങനെ ഒരു കുടുംബയാത്ര ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് കാറിൽ കയറി. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം ആളിത് യാത്രയിൽ എന്തായാലും സംഭവിക്കും എന്നുള്ളത്. അങ്ങനെ യാത്ര തുടർന്ന സമയത്ത് ഞാൻ ഇളയമയായിട്ട് ഇങ്ങനെ പല വിഷയങ്ങളും, നാട്ടുവിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഓരോരോ ടോപ്പിക്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു 1.5 മണിക്കൂർ നേരത്തെ യാത്ര കഴിഞ്ഞ് ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ ഞാൻ ഇളയമ്മന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഛർദ്ദിച്ചോ? അതാ, ഞാനത് മറന്നുപോയല്ലോ, എന്തിപ്പോ ഉണ്ടായത്? സാധാരണ എനിക്ക് ഉണ്ടാവുന്നതാണല്ലോ, എന്തിപ്പോ പറ്റിയത്? ആൾക്കത് മനസ്സിലായില്ല. പല കാര്യങ്ങളും നമ്മളിങ്ങനെ കാറിലിരുന്ന് സംസാരിച്ചുകൊണ്ട് ഈ അനാവശ്യ കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് വരാത്തതുകൊണ്ട് ഇളയമ്മ എൻഗേജ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് ഈ ഏകാന്തതക്കുള്ള ഒരു പരിഹാരമായിട്ട് തോന്നിയതും. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആവുക, ബിസി ആവുക എന്നുള്ളത് മാത്രമാണ്.